നീറ്റ് എക്സാം എഴുതിയ ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോ ആരെങ്കിലും ഈ എക്സാം എഴുതിയിരുന്നു? എന്തിനാണ് ഇത് ക്യാൻസൽ ചെയ്തതെന്ന് അറിയാമോ? ഈ എക്സാം ക്യാൻസൽ ആയതിന്റെ പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ഇൻസിഡന്റ് കൂടി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നു. CBIയുടെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിന്റെയും റിപ്പോർട്ടുകൾ പ്രകാരം മെയ് മാസം 2-ാം തീയതി, അതായത് എക്സാമിന്റെ തലേ ദിവസം, കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്ക് ഒരു PDF ലഭിക്കുകയാണ്. 410 ക്വസ്റ്റ്യൻ ആൻസറുകൾ അടങ്ങിയ PDF-ൽ 120 കെമിസ്ട്രി ക്വസ്റ്റ്യൻസും 90 ബയോളജി ക്വസ്റ്റ്യൻസും പിന്നെ ബാക്കി ചില ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരുന്നു. ഈ PDF അവൻ രാജസ്ഥാനിലെ ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്ന അവന്റെ അച്ഛന് ഷെയർ ചെയ്യുകയും അയാൾ അത് അവിടുത്തെ സ്റ്റുഡൻസിന് വിൽക്കുകയും ചെയ്തു. ഇതിനുശേഷം 3-ാം തീയതി നടന്ന പരീക്ഷയിൽ ലൈഫ് ലോങ് ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് തങ്ങളുടെ സ്വപ്നങ്ങളുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എക്സാം എഴുതാൻ പോവുകയും വേറെ ചിലർ എക്സാമിന് തലേദിവസം ലീക്ക് ചെയ്ത് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ കാണാപ്പാഠം പഠിച്ച് ഈ എക്സാം എഴുതാൻ പോവുകയും ചെയ്തു. എക്സാം നടന്നതിന് 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് മെയ് 7-ാം തീയതിയാണ് ഒരു അനോണിമസ് സോഴ്സിൽ നിന്നും NTA-ക്ക് ഇങ്ങനെ ഒരു ലീക്ക് ഉണ്ടായി എന്നൊരു ടിപ്പ് കിട്ടുന്നത്. ഇതേ തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഗുർഗാവൺ മുതലായ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ഒരു മാഫിയ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നുവെന്നും അവര് 15 ലക്ഷം, 10 ലക്ഷം, 30 ലക്ഷം മുതലായ വലിയ തുകകൾക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് ഏജൻസികൾക്കും കോച്ചിങ് സെന്ററുകൾക്കും പ്രൈവറ്റ് വ്യക്തികൾക്കും വിറ്റിരുന്നു എന്നും ഗവൺമെന്റ് കണ്ടെത്തി. കുട്ടികൾക്ക് ലീക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തത്, 3000 രൂപ മുതൽ 30,000 രൂപ വരെ ചെലവിൽ വാട്സ്ആപ്പ്, ടെലിഗ്രാം മുതലായ ഗ്രൂപ്പുകളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നതായും CBI കണ്ടെത്തി. ഇങ്ങനെ ലീക്കായി കിട്ടിയ ഒരു PDF ആവാം കേരളത്തിലെ വിദ്യാർത്ഥി ഷെയർ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത്. ഈ സംഭവത്തിന്റെ ഒരു ഡെപ്ത് എന്തോരമാണെന്ന് മനസ്സിലായതിൽ പിന്നെ അവർ ഈ കേസ് CBIക്ക് ഹാൻഡ് ഓവർ ചെയ്തു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ ഇന്ത്യയിൽ പലയിടത്തുനിന്നായി ഈ സംഭവത്തിന്റെ ബ്രെയിൻ എന്ന് പറയപ്പെടുന്ന ഒരു 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. എന്തായാലും എക്സാമിൽ വലിയ തോതിലുള്ള ഒരു സ്കാം നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്യാനായി മെയ് 12-ാം തീയതി NTA തീരുമാനിച്ചു. എക്സാം ഒരിക്കൽ അറ്റൻഡ് ചെയ്തിരുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീണ്ടും എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നും അതിനുവേണ്ടി അടച്ചിരുന്ന എക്സാം രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യുമെന്നും NTA വ്യക്തമാക്കി. എല്ലാവരോടും നല്ലവരാവണമെന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റൊരുത്തന്റെ എഫേർട്ടിനെ, അവന്റെ കഷ്ടപ്പാടിനെ ചവിട്ടി മെതിച്ചതിന് മോളിൽ കയറിയിരിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? പ്രീ എക്സാം എഴുതാൻ പോകുന്നവർക്ക് ടെൻഷൻ ആവാതിരിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. നിങ്ങളുടെ കഷ്ടപ്പാടിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അതുവരെ ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രചാരണങ്ങളും വിശ്വസിക്കാതിരിക്കുക, എക്സാം നന്നായിട്ട് എഴുതുക. ഗോഡ് ബ്ലെസ് യു.